ഇല്ല, അമേരിക്കയ്ക്ക് ഒരിക്കലും ഇറാനെ ജയിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ ആവനാഴിയിൽ ഒരുക്കി വെച്ച അസ്ത്രങ്ങളെ കുറിച്ച് ഒരു സൂചന പോലും അമേരിക്കയ്ക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ ലോക പോലീസ് ചമഞ്ഞ് പല രാജ്യങ്ങളെയും തകർത്ത ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന കുടില ബുദ്ധിക്കാരന് അടിപതറുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. എന്താണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അതിനു മുൻപ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൾഫ് മേഖലയിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ അത് വെറും ഒരു പ്രാദേശിക തർക്കമായിട്ടല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വൻ ശക്തിയുടെ പോരാട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വമ്പൻ വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ തീരങ്ങളിൽ ഭീതി വിതയ്ക്കാൻ ശ്രമിക്കുമ്പോഴും തെല്ലും കുലുങ്ങാതെ നിൽക്കുന്ന ഇറാന്റെ ആത്മവിശ്വാസം വെറുതെ ആയിട്ടില്ല. പതിറ്റാണ്ടുകളായി തങ്ങളെ തകർക്കാൻ ശ്രമിച്ച സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ ഇന്നൊരു വാരിക്കുഴി ഒരുക്കിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക കരുത്തിനേക്കാൾ ആ കരുത്തിനെ എങ്ങനെ തളയ്ക്കണം എന്ന കൃത്യമായ തന്ത്രമാണ് ഇറാന്റെ പക്കലുള്ളത് എന്നത് കൃത്യമായിട്ട് നമ്മൾ പറയണം. അതായത് ഇറാൻ ഒരുക്കിയ തന്ത്രങ്ങൾ ഏറെയാണ്. അമേരിക്കൻ സൈന്യം സാങ്കേതികമായി എത്ര മുന്നിലാണെന്ന് പറഞ്ഞാലും ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവരുടെ അസിമെട്രിക് വാർഫെയർ രീതികളും പെന്റഗണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള വളരെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കൻ കപ്പലുകളെ ഏത് നിമിഷവും അഗ്നിക്കിരയാക്കാൻ ശേഷിയുള്ളതാണ്. വിമാനവാഹിനി കപ്പലുകൾ സമുദ്രത്തിലെ വമ്പൻ കൊട്ടാരങ്ങളാണ് എങ്കിൽ അവയെ തകർക്കാൻ ഇറാന്റെ കയ്യിലുള്ള ചെറിയ സ്വാം ബോട്ടുകൾ തന്നെ ധാരാളമാണ്. നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ ഒരേ സമയം ആക്രമണം നടത്തിയാൽ അത് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും അപ്രസക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പുകൾ വെറും വാചക കസർത്തുകൾ അല്ല. മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമാണ് ഇറാന്റേത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ മേഖലയിലെ സൈനിക താവളങ്ങളെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. ഇതിനു പുറമെ ലെബനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂത്തികൾ വരെയുള്ള ശക്തമായ നിഴൽ സൈന്യങ്ങൾ അല്ലെങ്കിൽ പ്രോക്സി ഫോഴ്സസ് ഇറാന്റെ വലിയ കരുത്താണ്. ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഇറാന്റെ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് മേൽ ഒരേ സമയം ആക്രമണം നടത്താൻ ഇറാൻ പ്രേരിപ്പിച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം. എന്തായാലും ലാങ്കസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ സൈമൺ മാബോൺ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ട്രംപ് ഭരണകൂടത്തിന്റെ നിർബന്ധിത നയതന്ത്ര തന്ത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകളിൽ ഇളവ് നൽകാൻ ഇറാന് മേൽ പരമാവധി സൈനിക സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക ചെയ്യുന്നത്. എന്നാൽ ആണവ പദ്ധതികൾക്ക് പുറമെ ബാലിസ്റ്റിക് മിസൈലുകളും സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ചർച്ചകളിൽ ഉൾപ്പെടുമെന്ന അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും ആവശ്യം ഇറാനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ബലപ്രയോഗം നടത്തുമെന്ന ട്രംപിന്റെ വാക്കുകൾ ഗൾഫ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്ന കാര്യമാണ്. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന പാതകൾ ഇറാൻ തടയുക തന്നെ ചെയ്യും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. അമേരിക്ക ഒരു യുദ്ധത്തിന് മുതിർന്നാൽ അത് അവരുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമായേക്കാവുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറുകയും ചെയ്യും. ഒമാന്റെ മധ്യസ്ഥതയിൽ രഹസ്യ ചർച്ചകൾ നടക്കുന്നത് തന്നെ ഇറാന്റെ ഈ കരുത്തിനെ അമേരിക്ക ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. തുറന്ന പോരിൽ ഏർപ്പെടുന്നത് ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നയതന്ത്രത്തിന്റെ വഴി തേടാൻ വൈറ്റ് ഹൗസ് ഇപ്പോൾ നിർബന്ധിതരാകുന്നത് പോലും. യുദ്ധം അമേരിക്ക പോലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറുന്ന പഴയ ഇറാൻ അല്ല ഇന്നത്തെ കാര്യം. സാങ്കേതിക വിദ്യയിലും വളരെ തന്ത്രപരമായ നീക്കങ്ങളിലും ഇറാൻ നേടിയ മുന്നേറ്റം അമേരിക്കയെ വിറപ്പിക്കാൻ പോകുന്നത് തന്നെയാണ്. വാരിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഇറാന്റെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം കാലെടുത്ത് വെച്ചാല് അത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക പരാജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇറാൻ എന്ന ഉരുക്കുകോട്ടയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, എന്തായാലും ഗൾഫ് മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി കേവലം വാക്കുകൾ ഒതുങ്ങുന്നതല്ല എന്നത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പതിറ്റാണ്ടുകളായി കടുത്ത ഉപരോധങ്ങൾക്കിടയിലും രഹസ്യമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധ ശേഖരം ഇതുവരെ ലോകത്തിന് മുന്നിൽ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്ക ഇപ്പോൾ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇറാന്റെ ഈ അദൃശ്യമായ പ്രഹരശേഷി പുറത്തെത്തിക്കാനുള്ള ഒരു വേദിയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ അമേരിക്കൻ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നതിന്റെ
സൂചനയാണിതെന്നായിട്ട് പല പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. ഇറാന്റെ ആയുധപ്പുരയിലെ ഏറ്റവും വലിയ രഹസ്യം അവരുടെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ തന്നെയാണ്. ആരും കൊതിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കേട്ടോ ഇത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകളെ തടയാൻ അമേരിക്കയുടെ നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും സാധ്യമല്ല എന്നതാണ് സത്യം. കടലിനടിയിലൂടെ നിശബ്ദമായി സഞ്ചരിച്ച് വമ്പൻ കപ്പലുകളെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക ടോർപിഡോകളും ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇറാന്റെ പക്കലുണ്ട്. 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വിന്യസിച്ച് ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ കണ്ണുപൊട്ടിക്കുന്ന സ്വാം ടെക്നോളജി പ്രയോഗിച്ചാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിലെ വെറും ഇരുമ്പ് കൂടാരങ്ങളായി മാറുമെന്നത് നമ്മളിവിടെ മനസ്സിലാക്കണം. എന്തായാലും അമേരിക്കൻ സർവാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ഇറാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇറാൻ തീരങ്ങളിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കപ്പലുകളെ പോലും കൃത്യമായി ലക്ഷ്യം വെക്കാൻ സാധിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആയുധങ്ങൾ ഇറാൻ പ്രയോഗിച്ചാൽ അമേരിക്കയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം നിശ്ചലമാകും. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ കൈവശമുള്ള ഈ രഹസ്യ ആയുധങ്ങൾ പുറത്തെടുക്കാൻ അമേരിക്ക തന്നെ അവസരം ഒരുക്കി കൊടുത്തു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വാസ്തവം. എന്തായാലും ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകൾക്ക് പിന്നിൽ ഈ വലിയ ആയുധ ബലത്തിന്റെ ആത്മവിശ്വാസം നമുക്ക് കൃത്യമായിട്ടും കാണാവുന്നതാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ മുങ്ങാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് വെറും ഭീഷണിയായിട്ട് കാണരുത്. മറിച്ച് തങ്ങളുടെ പക്കലുള്ള പുതിയ തലമുറ ആയുധങ്ങളുടെ പരീക്ഷണശാലയായി ഗൾഫ് മേഖലയെ മാറ്റാൻ ഇറാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതിന്റെ തുറന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഈ യുദ്ധം സംഭവിക്കുകയാണ് എങ്കിൽ അമേരിക്ക ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രഹരങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. ഇറാന്റെ മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന ഈ വാരിക്കുഴിയിൽ അമേരിക്കയുടെ സൈനിക ഗർവ് തകർന്നടിയുമെന്ന കാര്യവും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും ഗൾഫ് മേഖലയിലെ യുദ്ധാന്തരീക്ഷം മുറുകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ വമ്പൻ വിമാനവാഹിനി കപ്പലുകളിലേക്കല്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യം പതിറ്റാണ്ടുകളായി രഹസ്യമായി കരുതി വെച്ചിരിക്കുന്ന ആയുധ ശേഖരത്തിലേക്ക് തന്നെയാണ്. അമേരിക്കയുടെ സൈനികാധിപത്യത്തെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം അതിശക്തമായ ഒരു പ്രതിരോധ ആക്രമണ ശൃംഖല ഇറാൻ ഇതിനോടകം തന്നെ കെട്ടിപ്പടുത്ത് വെച്ചിട്ടുണ്ട്. ഇറാന്റെ ആയുധബലത്തിലെ ഏറ്റവും മാരകമായ സാന്നിധ്യം അവരുടെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളാണ് എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനി ഖൈബർ ഷെക്കൻ ആണ്. അതായത് ഏകദേശം 1450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ അതിവേഗത്തിൽ സഞ്ചരിക്കാനും ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കാനും ശേഷിയുള്ളതാണ്. അമേരിക്കൻ താവളങ്ങളെയും കപ്പലുകളെയും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ഇതിന് പെട്ടെന്ന് സാധിക്കും. ഇതിനു പുറമെ ഇറാന്റെ പക്കലുള്ള ഫത്താഹ് എന്ന ഹൈപ്പർസോണിക് മിസൈൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒന്നാണ്. ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടയാൻ നിലവിൽ അമേരിക്കയുടെ പക്കലുള്ള ഒരു പ്രതിരോധ കവചത്തിനും സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. സമുദ്രയുദ്ധത്തിൽ അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ ഇറാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് അബു മഹദി മിസൈലുകളെയാണ്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ കടൽ ഉപരിതലത്തിനോട് ചേർന്ന് പറന്നു വന്ന് വിമാനവാഹിനി കപ്പലുകളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തത് തന്നെയാണ്. ഇത്രത്തോളം ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. ആധുനിക യുദ്ധമുറയിൽ ഡ്രോണുകൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഇറാൻ ഷഹദ് 136 പോലുള്ള കാമികാസെ ഡ്രോണുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വിന്യസിച്ചാൽ അമേരിക്കൻ കപ്പലുകളിലെ റഡാറുകൾക്ക് അവയെ മുഴുവനായും പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇത് അമേരിക്കൻ നാവികസേനയെ വലിയൊരു വാരിക്കുഴിയിൽ വീഴ്ത്തുന്നതിന് തുല്യം തന്നെയാണ്. കൂടാതെ മൊഹാജൻ 10 പോലുള്ള ഡ്രോണുകൾക്ക് 24 മണിക്കൂർ തുടർച്ചയായി പറക്കാനും വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ഇപ്പോൾ ശേഷിയുമുണ്ട്. ഇറാന്റെ നാവിക കരുത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഹൂത്ത് എന്ന അതിവേഗ ടോർപിഡോയാണ്. വെള്ളത്തിനടിയിലൂടെ മണിക്കൂറിൽ 360 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇതിനെ പ്രതിരോധിക്കുക എന്നത് ഏതൊരു ആധുനിക യുദ്ധക്കപ്പലിനും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പേർഷ്യൻ ഗൾഫിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കെടുത്ത് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഇത്തരം ആയുധങ്ങൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ വെറും ഇരകളാക്കി മാറ്റുക തന്നെ ചെയ്യും. ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും മലനിരകൾക്കുള്ളിലെ രഹസ്യ താവളങ്ങളും അമേരിക്കൻ ചാര കണ്ണുകൾക്ക് പോലും കണ്ടെത്താനാവാത്ത വിധം സുരക്ഷിതവുമാണ്. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഇറാൻ പുറത്തെടുക്കുമെന്ന ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ് വെറും പൊള്ളയല്ല എന്ന് ഇതിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ്. അമേരിക്കയുടെ പക്കലുള്ള സാങ്കേതിക തികവിനേക്കാൾ പ്രായോഗിക യുദ്ധഭൂമിയിൽ ഇറാന്റെ ഈ തദ്ദേശീയ ആയുധങ്ങൾ പ്രഹരശേഷി തെളിയിക്കാൻ പോകുന്ന കാഴ്ചയാകും വരും ദിവസങ്ങളിൽ ലോകം കാണാൻ പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ നിഗൂഢമായ ആയുധബലം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ നൽകാൻ പര്യാപ്തവുമാണ്. എന്തായാലും വലിയൊരു യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാൽ തന്നെ ഇറാൻ സർവ്വസജ്ജമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്.
അവർ ഒഴുക്കി വെച്ച അല്ലെങ്കിൽ ആവനാഴിയിൽ കരുതി വെച്ച അസ്ത്രങ്ങൾ ഓരോന്നായി പ്രയോഗിക്കുമ്പോൾ അമേരിക്കയുടെ കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ച ലോകത്തിന് ഇനി വരുന്ന ആളുകളിൽ കാണാൻ കഴിയും. എന്തായാലും യുദ്ധം ഒരിക്കലും പരിഹാരമല്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാടുകൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്താനൊന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.